ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി മര്യാദക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഫുഡ് എന്ന് പറയണത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളിപ്പോ വേറെ എന്തിനേയും തിരക്കിനിടയിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എനിക്ക് സന്തോഷമുള്ളത്. ഇപ്പൊ വേറെ ആളെ നിർത്തിയിട്ട് അവരോട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അത് അവര് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വൃത്തിയിലും വെറുതെ ഒരു ഓണറായിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളും കഴിക്കേണ്ടത് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിനുള്ള കോൺഫിഡൻസ് അതിപ്പോ ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ എനിക്ക് രാവിലത്തേക്ക് എന്റെ ഫുഡ് ഉണ്ടാക്കി അത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടുക, എന്നിട്ട് അത് അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ അതൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. കാരണം അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ തൃപ്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങണം എന്നാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് സമയം വേണം. ഫുൾ ടൈം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അതെന്തായാലും ഇപ്പോഴും അങ്ങനെ നാടൻ ഭക്ഷണം അങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ, നാടനേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്തായിരിക്കും? ഫിഷ് ആയിരിക്കും. മീൻകറിയാണോ സ്പെഷ്യൽ? ഫിഷ് എനിക്ക് ഭയങ്കര ഇപ്പോഴും പണ്ട് എപ്പോഴും എൻ്റെ അമ്മയൊക്കെ പറയുന്ന കാര്യമാണ്, ഫിഷ് എന്ന് വെച്ചാൽ അവൾ മരിക്കും എന്ന് പറയാം. പക്ഷെ ഞാൻ ഉപ്പുമുളകിന് വേണ്ടി 7 വർഷം ഞാൻ ഫിഷ്, മീറ്റ് എല്ലാം, മുട്ട എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ അവോയ്ഡ് ചെയ്ത് അത് ഉപ്പുമുളകിന് വേണ്ടി, ഉപ്പുമുളക് ഹിറ്റാവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തലേന്ന് അവോയ്ഡ് ചെയ്തു. തുടങ്ങുന്നതിന്റെ തലേന്ന് എല്ലാം അവോയ്ഡ് ചെയ്തു. ഹിറ്റാവണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ, ഏറ്റവും ഇഷ്ടമുള്ളത് കഴിക്കുന്നതിലാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ളത് അവോയ്ഡ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്ര 7 വർഷം ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഇപ്പൊ ആറുമാതിച്ച് കഴിക്കുന്നുണ്ട്. സിനിമാ താരങ്ങളായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക അതിക്രമ കേസ് വന്നത്. ആരാണ് ഈ കേസ് കൊടുത്തത് എന്ന് വ്യക്തമല്ല. സീരിയലിൽ ഇവരോടൊപ്പം അഭിനയിക്കുന്ന ഒരു നടി തന്നെയാണ് ഈ ലൈംഗിക അതിക്രമ കേസ് പരാതി ഉന്നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിലെ പല താരങ്ങളും തുറന്നടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഗൗരി തന്നെ പുറത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് താനല്ല ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്നും താൻ യാത്രയിലാണെന്നും റീജോയിൻ ചെയ്യുമെന്നും ഗൗരി പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഗൗരി ഈ സീരിയലിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ഫ്ലവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സിറ്റ്കോമായ ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും SP ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം. ബിജു സോപാനത്തിനെയും SP ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും. കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത്. പിന്നീട് മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല. സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു. സ്നേഹക്കുറവുണ്ടല്ല, ഇപ്പൊ ഇതിൽ തന്നെ കാണിക്കുന്നില്ലേ, മക്കൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും, വടിയെടുത്ത് അടിക്കില്ലേ. പക്ഷെ ഈ അച്ഛൻ നെഞ്ചിലിട്ടിരിക്കും. അടുത്ത പ്രാവശ്യം എങ്ങാനും മാർക്ക്
കുറയുമെങ്കിൽ ഞാൻ നെഞ്ചിട്ടടിച്ച് ചാവും. അപ്പം അങ്ങനെ ഒരു അച്ഛൻ വീട്ടിനകത്ത് പ്രശ്നമാണെങ്കിലും നാട്ടുകാർക്ക് ഒരു കൗതുകമാണ്. അതെ, അല്ലേ? ഒരു പ്രത്യേക മനുഷ്യനാണ്. പ്രത്യേക മനുഷ്യൻ. അപ്പൊ ഈ നാടകത്തിൽ നിന്ന് വരിക എന്നുള്ളൊരു നമ്മുടെ മനസ്സിലൊരു നാടകമുണ്ട്. പക്ഷെ കാവാലം സാറിന്റെ നാടകങ്ങൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ പെട്ടെന്ന് പണ്ട് നമ്മൾ അമ്പലപ്പറമ്പിൽ കണ്ട വളരെ ലൗഡ് ആയിട്ടുള്ള നാടകങ്ങളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വളരെ കാവ്യാത്മകമായ രീതിയിൽ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പം ചേട്ടൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരാളാണ് കാവാലം സാറിന്റെ കളരിയിലേക്ക് എത്തിപ്പെടുന്നത്. സോ ആ ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെയായിരുന്നില്ലേ ആ ഒരു? അത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരെ സമീപിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ വീടിനടുത്തുള്ള നമ്മളെ അരുണൻ ചേട്ടൻ കാവല സാറിൻ്റെ അവിടെ വീണ വായിക്കുന്നത്. അവിടെ സംസ്കൃത നാടകങ്ങളെന്ന് അറിയാമല്ലോ. ഭാസൻ്റെയും കാളിദാസൻ്റെയും ബോധായനൻ ഭവഭൂതി അങ്ങനത്തെ ഇത് ആൾക്കാരുടെ സംസ്കൃത നാടകങ്ങളാണ് കൂടുതൽ. പിന്നെ സാറിൻ്റെ നാടകം ഒന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. എനിക്ക് അഭിനയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. നെടുമുടി വേണുചേട്ടനെ പരിചയപ്പെടുക, ഇത്രയേ ഉള്ളൂ എൻ്റെ ആദ്യത്തെ. അപ്പോൾ ഞാനത് അരുണചേട്ടൻ്റെ പറഞ്ഞു. അരുണചേട്ടൻ പോയിട്ട് വേണുചേട്ടനെ പറഞ്ഞു. കാരണം വേണുചേട്ടൻ്റെ അവിടെ വീട്ടിലും വീണ വായിക്കാൻ പഠിപ്പിക്കാൻ അരുണചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ വേണുചേട്ടനെ പറഞ്ഞത് എത്രയും ആഗ്രഹം കൊണ്ട് നടക്കണമെങ്കിൽ അവന് എന്തൊരു ബേസ് വേണം, വെറുതെ ചാൻസ് ചോദിച്ചിടുന്ന കാര്യമില്ല, പണിക്കർ സാറിനോടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പണിക്കർ സാറിനോടെ പോകുന്നത്. പിന്നെയാണ് അറിയുന്നത് നാട്യശാസ്ത്രാനുഷ്ഠിതമായ നാടകമാണെന്നും തൗര്യത്രിക നാടകം എന്ന് പറയുന്നത് ഗീതവാദ്യ നൃത്തങ്ങൾ കുറേ സംഭവങ്ങളുണ്ടെന്നും പിന്നെ ഈ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭരതഗോപി ചേട്ടനും വേണുചേട്ടനും നമ്മളെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണതിന് അരവിന്ദ് സാറാണ്. അയ്യോ, അത് വലിയ വലിയ കാര്യങ്ങളാണ്. മലയാള സിനിമയുടെ കൈതപ്ര സാറ് അവിടെ ഇങ്ങനെയല്ല. ഫാസിൽ സാറാണ് ആദ്യം തിരുവാഴിത്ത നാടകത്തിൽ ഫാസിൽ സാറും നെടുമുടി വേണുചേട്ടനായിരുന്നു. ഇതൊക്കെ അറിയണം അവിടെ ചെന്നതിന് ശേഷമാണ്. അപ്പം ഇത്രയും വലിയ സ്ഥലത്താണോ ചെന്ന് പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം എല്ലാവർക്കും അവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ശിവനാണെങ്കിൽ കൃഷ്ണൻകുട്ടി ആരാമോ ശിവൻ, പിന്നെ ചിലരുടെ അച്ഛൻ കഥകളിക്കാരനായിരിക്കാം, പെൺകുട്ടികളെല്ലാം മോഹിനിയാട്ടം ബേസ് ഉള്ളവരാണ്. അപ്പം ഞാൻ മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത എന്നാൽ നാടകത്തിന് പോകണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ വടിയെടുക്കുന്ന വീട്ടുകാരുടെ ഇടയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പോഴങ്ങനെ പോയ സമയത്ത് എനിക്ക് പിന്നെ സിനിമ അങ്ങ് മറന്നു. കാരണം പിന്നെ സിനിമ മറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വേഷം ചെയ്യുന്നത് തന്നെ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലൂടെ ശ്രദ്ധിച്ച് പിന്നെ അവിടുത്തെ പ്രധാന വേഷങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ സിനിമ എപ്പോഴും മറന്നു തന്നെ പറയാം. പിന്നെ സിനിമ വേറെ ലോകത്തേക്ക് പോയതാണ്. പിന്നെ ഇത് യാദൃശ്ചികമായിട്ട് വന്നതാണ്.